കേരളത്തിൻ്റെ പൊതുസമൂഹം അവിടെ പറയുന്ന കാര്യങ്ങളാണ് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ സാധ്യതയുള്ളത്. നമ്മുടെ ആളുകളും തിരുവേനുമാരും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ അത് ചെവിക്കൊള്ളാൻ അത്ര ഒരു കാണുന്നില്ല എന്നതായിട്ട്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്ന് നമ്മുടെ ആളുകളെങ്കിലും ചുരുങ്ങിയത് മറ്റും വേണം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഇപ്പോൾ പാത്രികേസ് വിഭാഗത്തിലേക്കൊരു സ്ത്രീയെ വിവാഹം കഴിച്ച, അല്ലെങ്കിൽ ഒരു കല്യാണം അവിടെ വെച്ചാണ് നടക്കുന്നതെങ്കിൽ രണ്ടാമത് മോഹോനാഭിഷേകം നടത്തണമെന്ന് നിങ്ങൾ കേട്ട് കാണും അല്ലേ? മോഹോനാഭിഷേകം നടത്തിയിരിക്കണമെന്ന് പറയും. സഭയുടെ വിശ്വാസമനുസരിച്ചും കാനൂനിക പ്രമാണങ്ങളനുസരിച്ചും പിതാക്കന്മാരുടെ പഠിപ്പിക്കലനുസരിച്ചും ഒക്കെ മോറോൻ ഒരു പ്രാവശ്യമേ ഉപയോഗിക്കുള്ളൂ. മോറോൻ ആകെ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളൂ: മാമോദിസായ്ക്കും പള്ളി കുദാശയ്ക്കും. അത് ഒരിക്കലേ ഉള്ളൂ. ഒരിക്കൽ മോറോൻ കൂദാശ ചെയ്ത പള്ളി പിന്നെ ആ മോറോൻ കൂദാശ പഠിക്കുകയല്ല. മാമോദിസായിൽ ഉപയോഗിക്കുന്ന മോറോൻ ഒരിക്കലും ഉപയോഗിക്കുന്നു, അത് പിന്നീട് അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന്. പക്ഷെ അവർ അതൊക്കെ ലംഘിച്ചുകൊണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് നമ്മൾ സ്ഥാപിക്കാൻ പോവല്ല. നമ്മുടെ വിശ്വാസം നമ്മുടെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മുടെ ആളുകളിൽപ്പെട്ടവർ തന്നെ പറയുന്നു, ഒന്നോടെ ഒന്ന് പൂജ വിചാരിച്ചോളൂ, എന്താ അബദ്ധം പറ്റണത്? ലാഘവബുദ്ധിയോടുകൂടി നിസ്സാരവൽക്കരിച്ചു കൊണ്ടുപോവുക ചെയ്യുന്നത്. ഇപ്പോൾ മോറോനോട് ഒന്നോടെ ഒന്ന് കുരിശ് വരച്ചെന്ന് വിചാരിച്ചോളൂ, വല്ല പാവം കിട്ടുമോ, അബദ്ധം പറ്റുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. പ്രിയമുള്ളവരെ, ഇത് നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. എന്നിടക്കില വന്ന് പറയുന്നത് ഓടിച്ച് കരകടത്തും. കാരണം ഒരിക്കലും ഇത് എൻ്റെ വിശ്വാസം അതാണ്. അല്ലാത്തവർ എത്ര രണ്ടോ മൂന്നോ വേണോ എത്ര വേണം പൂജിക്കുമെന്ന് പറഞ്ഞ് നിന്നോടും. ഇത് പഠിച്ചിരിക്കുകയും അറിഞ്ഞിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ ആളുകൾ പറഞ്ഞതാണത്. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരവബോധം, അതുപോലെ ശവസംസ്കാര ശുശ്രൂഷയിൽ തടസ്സപ്പെടുത്തുന്നു ഒരു വൈകാരിക വിഷയം. അതൊക്കെ വെറുതെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഭാഗമായിട്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. കോടതി വിധികളുടെ മറവിൽ പള്ളി പിടുത്തമെന്നാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. നമ്മളൊരു പള്ളിയും പിടിക്കാൻ പോയില്ല. അതിവർക്ക് മാർത്തോമാശ്രീയുടെ കാലം മുതൽ മലങ്കര നസ്രാണികൾ പണിയെടുപ്പിച്ച പള്ളികൾ മലങ്കര സഭ എന്ന ട്രസ്റ്റിൽ ഉൾപ്പെടുത്തണം. അവയെല്ലാം 34 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണമെന്നുള്ള 1995-ലെയും 2017-ലെയും വർഷങ്ങളുണ്ടായ സുപ്രീം കോടതി നടപ്പാക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. 34 ഭരണഘടന അനുസരിക്കാൻ പള്ളിയിൽ തുടരും. അതനുസരിക്കാത്തവർ പള്ളിയിൽ നിന്ന് പുറത്തു പോകുക. അതിപ്പോൾ നമ്മുടെ കുറ്റമല്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്, ഇന്ത്യൻ ഭരണഘടന അനുസരിക്കുന്നവർക്കല്ലേ ഇന്ത്യയിൽ സ്ഥാനം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ സഭയുടെ ഭരണഘടന അനുസരിച്ച് പോകുന്നവർക്ക് സഭയിൽ ഇടവകത്തിൽ അംഗത്വം അവകാശം ഉണ്ടാവുകയുള്ളൂ. ഞാനിത് അനുസരിക്കില്ല എന്ന് പറഞ്ഞു പോയാൽ, ഇപ്പം ഞാൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനാണ്. സഭയുടെ പ്രമാണങ്ങളൊന്നും ഞാൻ അനുസരിക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് വൈദിക ഉത്തരവാദിത്വം ചെയ്യാനുള്ള അവകാശം കിട്ടുമോ? കിട്ടിയല്ല. ഞാൻ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അതുപോലെ സഭയുടെ ചട്ടംകെട്ടുകളും 34 ഭരണഘടനയെ അനുസരിച്ച് പോകുന്നവർക്കേ ഉള്ളൂ. മലപ്പുറത്തുള്ളവർ പറയാണ്, ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല, പാകിസ്ഥാനിയെ അനുകൂലിക്കുന്നത് എന്ന് ഭൂരിപക്ഷം പറഞ്ഞാൽ മലപ്പുറത്തുകാരെ പോയി പാകിസ്ഥാൻ ചേർക്കാൻ ഒക്കുമോ? ചേർത്ത് കൊടുക്കാൻ ഒക്കുമോ? ഇന്ത്യ രാജ്യ സർക്കാർ സമ്മതിക്കുമോ? അത് സമ്മതിക്കുകയല്ല അവർ. അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്തെ ഭരണഘടന അനുസരിക്കണം. ഈ സഭയിൽ കഴിയുന്നിടത്തോളം കാലം ഈ സഭയുടെ ഭരണഘടന അനുസരിക്കണം. അത് വ്യവസ്ഥാപിതമായി തന്നിട്ടുള്ളതാണ്. കോടതി വിധികൾ കൂടി അത് സ്ഥാപിച്ച് 2-3 പ്രാവശ്യം ഉറപ്പിച്ചിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് ആ ഒരു രീതിയാണ് ഇപ്പോൾ 34 ഭരണഘടന അനുസരിക്കുക. ആ ഭരണഘടനയിൽ നിന്ന് പോകാൻ. ഇപ്പോൾ മുളക്കുളം വലിയ ഉദാഹരണം ഇത് തന്നെ എടുത്തോളൂ. നമ്മളാരും പള്ളി പിടിച്ചെടുക്കാൻ പോയായിരുന്നോ? ഞാൻ പോയില്ല. ഞാനിവിടെ ഉണ്ടായിരുന്ന വികാരിയാണായിരുന്നല്ലോ, ഞാൻ പോയില്ല. പക്ഷേ നിയമാനുസൃതം പള്ളി 34 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണം. അതിൽ ആരാണ് അവിടുത്തെ വികാരിയെ നിയമിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ തീരുമാനമുണ്ടായി കഴിഞ്ഞപ്പോൾ അവർക്ക് പള്ളി ലഭിച്ചു. അതാ പിടിച്ചടക്കലൊന്നും ഉണ്ടായില്ല. നിങ്ങൾക്കെല്ലാം അറിവുള്ളതല്ലേ, ഞാൻ പിടിച്ചെടുക്കാനൊന്നും പോയില്ലല്ലോ, നിങ്ങളും വന്നില്ല ആരും പിടിച്ചെടുക്കാൻ. അപ്പം അതുകൊണ്ട്
അവയുടെ ഭരണഘടന അനുസരിക്കുന്നവർക്ക് എല്ലാം പള്ളിയിലും ഇടവയിലും അതേ സ്ഥാനം തന്നെയുണ്ട്. ആരെങ്കിലും ഇടവയിൽ നീക്കം ചെയ്യുന്നുണ്ടോ? ഒരാളെ നീക്കം ചെയ്യല. മനുഷ്യരെ ഓടിക്കാനുള്ള സ്ഥലമല്ലല്ലോ പള്ളി, ചേർക്കാനുള്ള സ്ഥലമാണ്. അതുകൊണ്ട് സ്വയം പിരിഞ്ഞു പോയാൽ നമുക്കൊന്നും ചെയ്യാനൊക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ മൃതശരീരം വെച്ച് വിലപേശുന്നു. മലങ്കര സഭ ഒരു നാളും മൃതശരീരത്തോട് അനാദരവ് കാട്ടുകയോ വിലപേശ് ചെയ്തിട്ടില്ല. വടകൂട്, ഓളക്കാലി, കോതമംഗലം, കട്ടച്ചിറ, വെട്ടിത്തറ, പിറവ എന്നീ പള്ളികളിൽ ഓർത്തഡോക്സ് വിഭാഗങ്ങളുടെയും വൈദികരുടെയും മൃതദേഹങ്ങൾ എങ്ങനെ അടക്കിയെന്നുള്ളത് നിങ്ങൾക്കറിയാം, എനിക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് ഒരു വൈകാരിക ഭാവം ഉണ്ടാക്കാൻ വേണ്ടി ഇളക്കി വിടുന്ന ഒരു ഇതെന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന കട്ടച്ചിറയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി 30 ദിവസം ഒരു സ്ത്രീയുടെ മൃതദേഹം അവിടെ വെച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയത്. എന്നാൽ അതേ സമയത്ത് അവിടെ തന്നെ മറ്റൊരു അച്ഛൻ്റെ അപ്പം മരിച്ചു. ഞാൻ കൃത്യമായിട്ട് അറിയാം. ആരും അറിഞ്ഞോ? നിങ്ങൾ അറിഞ്ഞില്ല, നമ്മൾ ആരും അറിഞ്ഞില്ല. പിറ്റേ ദിവസം കൊണ്ടുപോയി ചവാടെടുക്കുകയും ചെയ്തു. കാരണം അതിന് ഉടമസ്ഥനുള്ളതാണ്. ഈ സ്ത്രീക്ക് ഉടമസ്ഥം ഇല്ലാത്തതുകൊണ്ട്, അല്ലേ, അനാഥയായ സ്ത്രീ ആയതുകൊണ്ട് അവരിത് മൃതശരീരം വിലവേശാനുള്ള ആയുധമാക്കി എടുത്തു. അതങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, പിറവംപള്ളിയുടെ പൊക്കത്തിൽ കയറിയിരുന്ന് മണ്ണെണ്ണ ഒഴിച്ച് ആടും ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കണ്ടതല്ലേ? എല്ലാവരും കണ്ടതല്ലേ? അത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയായിരുന്നോ? മണ്ണെണ്ണ ഒഴിക്കാൻ വേണ്ടി മണ്ണെണ്ണ ആയിരുന്നില്ല. ഇത് ഒരു നാടകക്കളികൾ ഇങ്ങനെ അധികാരികളുമായിട്ട് ഒപ്പിച്ച് വയ്ക്കുന്നതല്ലേ? ഈയിനം സൂത്രങ്ങൾ അവർ തന്നെ ഇറക്കിയിട്ട് നമ്മുടെ മേൽ പഴിചാരുക എന്നുള്ളത്. അപ്പോൾ മൃതശരീരം വെച്ച് വിലപേശുക എന്നുള്ളത് നമുക്കാരും ചെയ്യാറില്ല. നിങ്ങൾക്ക് ഒരു സംഗതി അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അപ്പനെ അടക്കിയിരിക്കുന്നത് ഇവിടെയാണ്. പലർക്കും അറിയാം. ഞങ്ങൾ മണകുന്നത്തെ ഇടവകയിലായിരുന്നു. അന്ന് 1981 മണകുന്നം പള്ളിയിൽ അടക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് വെച്ച കണ്ടീഷൻ, മണകുന്നം പള്ളിയിൽ 6 വീട്ടുകാരെ ഓർത്തഡോക്സുകാരുള്ളൂ, ഞാൻ ഉൾപ്പെടെ. 140 ജില്ലക്കാർ, 150ഓളം വീട്ടുകാർ ബാബ കൃഷിയിലും. അപ്പോൾ പിന്നെ വല്ല രക്ഷയുണ്ടോ? അത് ജയിക്കുകയല്ലോ. ഏതായാലും വന്നു കഴിഞ്ഞപ്പോൾ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ 81 ഓർക്കണം, ഇവർ ചെയ്തതാണ് കൃത്യം. അവിടുത്തെ ബാബ കൃഷിയിലെ അച്ഛന്മാരെല്ലാം പറഞ്ഞ ഒരു കണ്ടീഷൻ വെച്ചു, അവിടെ അടക്കണമെങ്കിൽ ഫാദർ പി കുര്യാക്കോസ് പോത്താറയിൽ അന്ത്യോക്യൻ വിശ്വാസത്തോട് ചേർന്ന് നിന്നുകൊള്ളാമെന്ന് പ്രതിജ്ഞ എടുത്ത് എഴുതി കൊടുക്കണം. ഞാനേ എഴുതി കൊടുക്കണം, നമ്മുടെ സൗകര്യപ്പെടുകയല്ല എഴുതാതെ. അങ്ങനെയാണ് അപ്പനെ കൊണ്ടുവന്ന് വൈക്കം വഴി ചീറ്റ് അയൽപ്പുറമ്പ് വഴി മുളക്കുളം വലി വഴി കൊണ്ട് അടക്കി. അപ്പോൾ ആലോചിച്ച് നോക്കി ആദ്യം തുടങ്ങി വെച്ച് ഇതൊക്കെ 1981 നടന്ന സംഭവമാണ്. ഇത് യാഥാർത്ഥ്യമല്ലേ, ഞാൻ നുണ പറയുകയല്ല ഈ പള്ളിയിൽ ഇരുന്നുകൊണ്ട്. അപ്പം അതുകൊണ്ട് അന്ന് മുതൽ മൃതശരീരം വിലവേശ സ്വഭാവം ഭാവക്കറ്റിക്ക് പാർട്ടി വിഭാഗത്തിനായിരുന്നു. പക്ഷെ നമ്മളത് അന്നത്തെ സാഹചര്യത്തിൽ അതൊന്നും അങ്ങനെ പോത്താനിക്കാട്ടെ നാരകാട്ട് കുര്യാച്ചൻ്റെ അമ്മാവൻ അച്ഛൻ്റെ അപ്പം മരിച്ചപ്പോൾ പോത്താനിക്കാട് പള്ളിയിൽ അടക്കിക്കണം. അദ്ദേഹത്തെ കൊടുത്ത് അടക്കിയത് എവിടെയാണെന്നറിയാമോ? പാമ്പാക്കട ചെറിയ പള്ളിയിൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ. ഈയനം പണികൾ അവർ കാണിച്ചിട്ട് അതിൻ്റെ മുഴുവൻ കുറ്റാരോപണം നമ്മുടെ മേൽ വയ്ക്കുക. അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ന്യൂനപക്ഷം പള്ളികളിൽ നിന്ന് ഭൂരിപക്ഷത്തെ അടിച്ചിറക്കുന്നു എന്നൊക്കെയാണ്. ന്യൂനപക്ഷം പള്ളികളിൽ നിന്ന് ഭൂരിപക്ഷത്തെ ഒഴിവാക്കുന്നു. ഇവിടെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒന്നുമില്ല. അതൊക്കെ വേറെ കാര്യത്തിനാണ്. ഭരണഘടനയ്ക്ക് ഉള്ളിലായി ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒക്കെ. നമ്മൾ MLA-മാർ തിരഞ്ഞെടുക്കും, പ്രതിനിധികളെയൊക്കെ തിരഞ്ഞെടുക്കുന്ന വോട്ട് ചെയ്താ ഭൂരിപക്ഷം നോക്കിയ. പള്ളിയിൽ തിരഞ്ഞെടുപ്പും ഭൂരിപക്ഷം നോക്കിയല്ലേ. വികാരിയെ തിരഞ്ഞെടുക്കാൻ നോക്കിയല്ല. അത് ഭരണഘടന അനുസരിച്ച് മെത്രാപ്പൊലീത്ത നിയമിക്കും. കൈക്കാരനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഭൂരിപക്ഷം നോക്കിയല്ലേ. വേറെ കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഏകകണ്ഠ്യേന തിരഞ്ഞെടുക്കും. 2 പേര് കൈക്കാരൻ സ്ഥാനത്തേക്ക് വന്നു എന്ന് കരുതുക. അപ്പം ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? രഹസ്യ ബാലറ്റാൻ കൊടുക്കും. 2 പേരുണ്ട്, നിങ്ങൾക്ക് പേര് എഴുതിക്കൊള്ളാൻ മതി. അങ്ങനെ അതിൽ ഭൂരിപക്ഷം കിട്ടുന്ന ഞങ്ങൾ കൈക്കാരൻ, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങളൊക്കെ ഇലക്ഷൻ വന്നാൽ അങ്ങനെ ചെയ്യണത്. പള്ളിയിലും അങ്ങനെ തന്നെയാണ്. അത് 34 ഭരണഘടനയിൽ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഭൂരിപക്ഷമല്ലാതെ ഭൂരിപക്ഷമുണ്ട് എന്ന് കരുതി ഞങ്ങൾ വളരെയില്ലാതെ ചാടും, അതുകൊണ്ട് ഞങ്ങൾ തോൽ പോലെയും എന്ന് പറഞ്ഞാൽ കാര്യം നടക്കുകയില്ല. അത് നിയമാനുസൃതമല്ല എന്ന് ഓർക്കണം. പിന്നെ മറ്റൊരു ആരോപണം നമ്മൾ ഓർത്ത് വരുന്നത്, ഈ കോടതി വിധികൾ
അനുകൂലമായിട്ടുള്ളവരല്ലേ ഈ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ റിജിഡായിട്ട് നിൽക്കുമെന്നാണ് അവർ പറയണത്. ഉറപ്പായി നിൽക്കുന്നു, ഒരു മയമില്ലാതെ നിൽക്കുന്നു എന്നാണ്. ഒരു മയമില്ലാതെയല്ല നിൽക്കുന്നത്. എല്ലാ വിട്ടുവീഴ്ചകളും നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, പലയിടത്തും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ വിട്ടുവീഴ്ചകളൊക്കെ നമ്മളും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കണം. പിന്നൊരു ആരോപണം പറയുന്നത് സമാധാന ചർച്ചകളിൽ നിന്ന് ഓർത്തഡോക്സ് സഭ പിന്മാറുന്നു എന്നാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ഇടവയിൽ തന്നെ എത്ര സമാധാന ചർച്ച നടന്നു അല്ലേ? സ്വത്തിൻ്റെ പകുതി കൊടുത്തേക്കാം, പാലത്തോട് സ്ഥലം കൊടുത്തേക്കാം, പള്ളിയും പരിസരവും മാത്രം മതി, നമുക്ക് ബാക്കി മുഴുവൻ കൊടുത്തേക്കാം, ഇതിന് താഴെയുള്ളതും കൊടുത്തേക്കാം, 10 ലക്ഷം രൂപയും കൊടുത്തേക്കാം. ഇതെല്ലാം പറഞ്ഞല്ലേ? ചിലപ്പോൾ അംഗീകരിക്കും, ചിലപ്പോൾ അവസാനം വല്ലതും നടന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് പറ്റിയുള്ളതാണ് ഞാൻ കാര്യം പറഞ്ഞത്. ഞാൻ വല്ല പിടിവാശിയും കാണിച്ചായിരുന്നു അന്ന്. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാനും സമ്മതിച്ചിരിക്കുന്നു, എങ്ങനെയെങ്കിലും തീരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ അത്രയും നമ്മൾ താഴ്ന്നു പോന്നിട്ട് പോലും അന്നേരം അവർ ഡിമാൻഡ് മാറ്റും, അന്നേരം പിന്നെ ആവശ്യം മാറ്റും, പിറ്റേ ദിവസം സ്വഭാവം മാറും, വാക്ക് മാറും. ഈ വിധത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തോട് എങ്ങനെ പ്രതികരിക്കാനാകും? ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. അപ്പം അതുകൊണ്ട് പിന്നെ അവസാനം തീരുമാനം എടുത്തു. മുളക്കുളം പള്ളിയിൽ എന്നാ തീരുമാനം എടുത്തത്? കോടതി പറയട്ടെ, പാത്രീയ വിഭാഗത്തിനാണെങ്കിൽ അവർ കൊണ്ടുപോയിക്കോട്ടെ, ശരീരത്തിന് പോകരുത്, നമ്മൾ വേറെ പൊക്കോളും, നമുക്കാണെങ്കിൽ നമ്മൾ എടുത്തോളണം, ആ കൂട്ടുകൂടികളുടെ കച്ചവടം വേണ്ട എന്ന് തീരുമാനം എടുത്തതിൻ്റെ വെളിച്ചത്തിലാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ വിട്ടുവീഴ്ചകൾ പണ്ട് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി ചെയ്തിട്ടുള്ളവരാണ്. 58 വന്നു കഴിഞ്ഞപ്പോൾ കോടതി വിധി അനുസരിച്ച് കോടതി ചെലവ് തരണമെന്ന് പറഞ്ഞു 10,000 രൂപ. അന്ന് 10,000 രൂപ വലുതാണ് 58. അത് വേണ്ടാന്ന് മാധവലിംഗ പറഞ്ഞില്ലേ? അതൊരു വലിയ വിട്ടുവീഴ്ചയില്ലേ? അല്ലെങ്കിൽ കോടതി ചെലവ് ഈടാക്കേണ്ടതല്ലേ? അത് നമ്മുടെ സഹോദരന്മാരാണ്, ഈടാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാകല്ലേ ഇത്. അപ്പോൾ കോടതി വിധികൾ, സമാധാന ചർച്ചകളും എന്നൊക്കെ നമ്മൾ സജീവമായി സംബന്ധിക്കുന്നുണ്ട്. പിന്നെ അനാവശ്യമായിട്ട് ഇന്ന് പറയും നാളെ പറയല, നാളെ പറയുന്ന മറ്റന്നാൾ പറയല. പിന്നെ ഈ ചർച്ചകൾ നിഷ്പക്ഷമാണെന്നൊരു തോന്നലുണ്ടെങ്കിലേ പോകാനൊക്കെ ഉള്ളൂ. ഞാൻ നിങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചില്ല, ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി ആണ്, നിങ്ങളെ ഒപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായാൽ വരുമോ? അത് തന്നെയാണ് നമുക്ക് സംഭവിച്ചത്. അങ്ങനെയുള്ള രീതികളുള്ളപ്പോൾ ഞങ്ങൾ പോയിട്ടില്ല, അല്ലാത്ത സമയത്തൊക്കെയും പോയിട്ടുണ്ട് എന്നുള്ളത് വളരെ ശരിയാണ്. UDF, LDF, മുഖ്യമന്ത്രി, മന്ത്രിസഭ, ഉപസമിതി നേതൃത്വത്തിൽ പല പ്രാവശ്യം ചർച്ചകൾ ചെയ്തു നടന്നിട്ടുണ്ട്. അതാത് കാലത്തെ പാത്രക്കേസന്മാരും കേരളത്തിലെ പാത്രക്കേസ് വിഭാഗക്കാരും ഇന്ത്യയിലെ കോടതി വിധികൾ അംഗീകരിച്ച് സംവിധാനത്തിൽ സഹകരിക്കാൻ തയ്യാറാകാത്തതിലാണ് ഈ വിഷയം വരുന്നത്. ഈ 2017 സുപ്രീം കോടതി വിധി എല്ലാ പള്ളികൾക്കും ബാധകമാണോ? ഇപ്പം അവർ പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ കോലഞ്ചേരി പള്ളി, വൻപൂർ പള്ളി, വൻകോലി പള്ളി, കന്യാട്ടുകര പള്ളി, 3 പള്ളികൾക്ക് വേണ്ടിയുള്ള വിധിയായിരുന്നു ഈ 2017 വിധി. അങ്ങനെയല്ല, ഈ പള്ളികൾക്ക് വേണ്ടി അത് കൊടുത്തത് അത് സത്യമാണ്. പക്ഷേ അവസാനം അത് ചോദിച്ചപ്പോൾ കക്ഷി ചോദിച്ചു, ഈ എടുത്ത് ഇവർ തന്നെ പറഞ്ഞു ഇതൊരു മോഡലായിട്ട് എടുത്തിട്ട് ഇത് മൊത്തത്തിലുള്ള പള്ളികളെ ബാധിക്കത്തക്കവണ്ണമുള്ള ഒരു കേസാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ 2 കൂട്ടരും സമ്മതിച്ചതനുസരിച്ചാണ് അത് മൊത്തത്തിലായി വന്നത്. അല്ലാതെ ഒരു 3 പള്ളികൾക്ക് വേണ്ടിയുള്ള കോടതി വിധിയല്ല, മലയാളസഭയെ മുഴുവൻ ബാധിക്കുന്നതാണ്. അല്ലേ? കോടതി വിധി ഈ പിന്നെ പറയുന്നൊരു വളരെ, നമുക്ക് ഈ പള്ളിക്ക് കോടതി വിധി തന്ന ഒരാളുണ്ട്, ജസ്റ്റിസ് കമാൽ പാഷ. വളരെ ഉന്നതനായ ഒരു നല്ല ന്യായാധിപനായിരുന്നു. പക്ഷെ അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് പറയുന്ന നീതിയും ന്യായവും എന്ന് പറയുന്നത് രണ്ടാണെന്നാണ് പറയുന്നത്. ഈ പ്രായമായി കഴിയുമ്പോൾ, എനിക്കും പ്രായമായതാകട്ടോ, പ്രായമായി കഴിയുമ്പോൾ ചിലപ്പോൾ ഈ വെളിവ് കുറയുകയും ചില ഈ ഓർമ്മയും കുറയും. ന്യായാധിപനാനും ബെഞ്ചിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൂത്രങ്ങൾ കാണും. നമുക്കൊക്കെ നമ്മളൊക്കെ ആഹാരമൊക്കെ കഴിക്കുന്നവരല്ലേ, കാര്യം മനസ്സിലാവുമല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പം അദ്ദേഹം പറയുന്നത് നീതി വേറെ ന്യായം വേണമെന്ന്. അത് എവിടുന്ന്? കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചു എന്താ ഈ നീതി ന്യായം എന്ന് പറഞ്ഞാൽ എന്താണ്? കോടതിയെക്കുറിച്ച് പറയുന്ന മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ നീതി ന്യായ കോടതി എന്നാണ്. അത് അയാൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നീതി ന്യായ കോടതി, നീതിയും ന്യായവും ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശം പോലെ.
നീതിയില്ലാത്തടത്ത് ന്യായമില്ല, ന്യായമില്ലാത്തടത്ത് നീതിയുമില്ല. ഓൾ ജസ്റ്റിസ് കംസ് ഫ്രം ഗോഡ് എന്നാണ്. എല്ലാ നീതിയും എല്ലാ നന്മയും വരുന്നത് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം ദൈവത്തിൽ നിന്ന് വരുന്ന നീതി, ദൈവത്തിൽ നിന്ന് വരുന്ന നന്മ, ന്യായം, ദൈവം തമ്പുരാൻ പ്രവർത്തിക്കുന്നത് ആരിൽ കൂടിയാണെന്നറിയാമോ? മനുഷ്യർ കൂടി അല്ലേ? മനുഷ്യർ കൂടിയല്ലേ ദൈവം തമ്പുരാൻ പഴയ കാലം മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആ മനുഷ്യർ കൂടി ദൈവത്തെ, സഭയെക്കുറിച്ചുള്ള നീതിയും ന്യായവും ദൈവം തമ്പുരാൻ മനുഷ്യരിൽ കൂടി എന്ന് പറഞ്ഞാൽ കോടതിയിലെ ജഡ്ജസിൽ കൂടി അത് ദൈവം തമ്പുരാൻ തന്നിട്ടുള്ളതാണ്. ഇവൻ ന്യായം വേറെ നീതി വേറെ എന്നൊക്കെ പറഞ്ഞ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ സംവിധാനത്തിൻ്റെ സ്ഥാപനമാണ് കോടതി. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കോടതി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ 3 സംവിധാനമല്ലേ ഉള്ളത്: ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ഗവൺമെന്റ്. ഈ 3 സംവിധാനങ്ങളാണ് ഉള്ളത്. അപ്പൊ ജുഡീഷ്യറിയുടെ തീരുമാനം എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുള്ളതാണ്. അതില്ല എന്ന് പറഞ്ഞിട്ടുള്ള അർത്ഥമൊന്നുമില്ല. അപ്പൊ നീതി, ന്യായവും സത്യവും ഒക്കെ ഒന്നിച്ചു പോകുന്നതാണ്. ഒന്നിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. അപ്പോൾ നീതിയും ന്യായവും ധർമ്മവും പുലരാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ചേരുന്ന രീതിയിൽ തീർപ്പ് കൽപ്പിക്കുന്ന കോടതി വിധികൾ അംഗീകരിച്ച് നടപ്പാക്കുക എന്നുള്ളതാണ് അതിൻ്റെ കരണീയമായ മാർഗം. അതില്ലാതെ ഞങ്ങളിതൊന്നും അംഗീകരിക്കില്ല. ഈ കേസ് കൊണ്ട് കൊടുത്തത് ആരാന്നറിയാമോ? നിങ്ങൾക്കറിയാം. അറിയാൻ പറ്റാത്തവർ അറിഞ്ഞിരിക്കണം. ഈ കേസ് കൊണ്ട് കൊടുത്തത് ആരാ? നമ്മളല്ല കൊടുത്തത്. പാത്രീസ് ഭാഗം കൊടുത്ത കേസാണത്. അവർ കൊടുത്ത അപ്പീലാണത്. അവർ കൊണ്ടുപോയി അപ്പീലും റിവ്യൂവും പിന്നെ വേറെ പേരും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒന്നും രക്ഷപ്പെട്ടില്ലല്ലോ. അപ്പം എല്ലാം തള്ളിപ്പോയി. അപ്പം ഈ അപ്പീലൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പീൽ കൊടുത്തിയെന്തിനാണ്? കേസ് അവർക്കാണ് ഈ കേസിൻ്റെ ഈ വിധിയെങ്കിൽ ഈ വിഷയം പറയുമോ? പറയില്ലല്ലോ. അപ്പോൾ ജയിച്ചാൽ ഞങ്ങൾ കോടതി വിധി അംഗീകരിക്കാം, തോറ്റാൽ ഞങ്ങൾ അംഗീകരിക്കുക എന്ന് പറയുന്നതിൽ മര്യാദയുണ്ടോ? അതൊരു അപമര്യാദയല്ലേ അത്? കോടതി 2 കൂട്ടരും തർക്കം വന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ അവസാനിക്കുക, അല്ലെങ്കിൽ പിന്നെ മാർഗം തന്നെ കോടതി പോവുക. കോടതി പറയുന്നത് അനുസരിക്കുക. അതനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിക്കാൻ ഉള്ള മാർഗമാണ് സർക്കാർ. അങ്ങനെയല്ല ഇവിടെ പോലീസ് ഫോഴ്സൊക്കെ ഉള്ളത്. അതുകൊണ്ട് അതായിപ്പോൾ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് കോടതി വിധി അംഗീകരിക്കാനുള്ള ബാധ്യത ഉണ്ട് എന്ന് നാം ഓർക്കണം. അതുപോലെ ഈ മറ്റൊരു പ്രത്യേക കാര്യം നമ്മൾ ഓർക്കേണ്ടത്, എനിക്ക് പ്രത്യേക രാഷ്ട്രീയമുള്ളവർ ആശയമുണ്ട്. പക്ഷേ എൻ്റെ സഭ വിട്ടിട്ടുള്ള രാഷ്ട്രീയം എനിക്കില്ല. രാഷ്ട്രീയം പറഞ്ഞ കാര്യമില്ലല്ലോ. ഏതായാലും ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം. ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങൾ സഭയെ ദ്രോഹിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി രാഷ്ട്രീയം പെടുത്തരുത്. രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ, എല്ലാവർക്കും പല രാഷ്ട്രീയമുണ്ട്. ആരും കുറ്റം പറയില്ല. അവരവരുടെ വിശ്വാസം അനുസരിച്ച്, അവരവരുടെ ഇതനുസരിച്ചൊക്കെ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അതിനൊന്നും ചോദിക്കാൻ ഒക്കെയല്ല ആർക്കും. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത്, സഭയെ ഹനിക്കുന്ന, സഭയ്ക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതി വന്നാൽ എൻ്റെ പ്രൈമറി കൺസേൺ സഭയോടായിരിക്കണം. ആദ്യത്തെ. രണ്ടാമതേ രാഷ്ട്രീയമുള്ളൂ. അത് നമ്മുടെ ആളുകൾ പ്രത്യേകം ചിന്തിക്കണം. ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി സഭയെ ഒത്തുകൊടുക്കരുത്, സഭയ്ക്ക് ദ്രോഹം ചെയ്യരുത്, സഭയോട് ക്രൂരത കാണിക്കരുത്. സഭാമാതാവ് അല്ലേ, നമ്മളൊക്കെയും സഭാമാതാവിൻ്റെ മക്കളാണ്. അതുകൊണ്ട് രാഷ്ട്രീയം ഉണ്ടാകാം, പക്ഷെ അത് രാഷ്ട്രീയമൊക്കെ ഉണ്ടാക്കി വോട്ട് ചെയ്തോ കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ സഭയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് രാഷ്ട്രീയ നിലപാട് എന്തെന്ന് ചോദിച്ചാൽ ഒരു നിലപാടും അങ്ങനെ കിട്ടിയില്ല. കാരണം ഈ സഭയിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. നീതിയും സത്യവും ധർമ്മമൊക്കെ പരിപാലിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ആർക്കെതിരായാലും അത് സഭ പ്രതികരിക്കും. അതുകൊണ്ടല്ലാതെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനോട് നമുക്ക് വിരോധമൊന്നുമില്ല. കഴിഞ്ഞ കാലത്ത് ഭരിച്ച സർക്കാരിനോട് നമുക്ക് വിരോധമില്ല. പക്ഷേ സഭയെ ദ്രോഹിക്കാൻ തുടങ്ങുമ്പോൾ പക്ഷെ പ്രതികരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രതികരിച്ചില്ലെങ്കിൽ
സംഗതി മോശമായില്ലേ? അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് സഭയ്ക്ക് വിധേയത്വമോ വിരോധമോ ഒന്നുമില്ല. എല്ലാവരോടും തുല്യ ദൂരമാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവരുത്. മലങ്കര സഭാംഗങ്ങളുടെ വോട്ട് ബാങ്ക് വെച്ച് രാഷ്ട്രീയ പാർട്ടികളോട് വിലപേശേണ്ട ആവശ്യം മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കില്ല. ഇപ്പം ചെയ്യണതാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ട് കാണുമല്ലോ. കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയും മറ്റേ മിസോറാം ഗവർണറും കൂടി ഒന്ന് ഇവിടെ ഈ കാര്യം ചർച്ച ചെയ്യാനാണെന്ന് പോലും അറിയില്ല. സഭാ പ്രശ്നമായിരിക്കുന്നതല്ല, ഇതുവരെ വിളിച്ചത് വന്നിട്ടില്ല. ഏതായാലും അവർ ഇന്ത്യയിൽ നമ്മൾ ഓർത്തഡോക്സ് സഭ രണ്ട് കൂട്ടരുടെയും ബിഷപ്പ്മാരെ കണ്ടു, സംസാരിച്ചു, ഇതായിരിക്കാം. പക്ഷെ ഉടനെ അടുത്ത പറഞ്ഞു BJP ആണ് ഞങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ BJPയുടെ കൂടുതൽ എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഉടനെ അവർ ബാബ കെട്ടിടത്തിലാക്കി. അപ്പോൾ നമ്മളാരെങ്കിലും പറഞ്ഞോ BJPയുടെ കൂടുതൽ നിൽക്കാന്ന് പറഞ്ഞിട്ടുമില്ല. ആ വിധേയത്വവും നമുക്കില്ല. ഈ വിധത്തിലെ വോട്ട് ബാങ്കിന് വേണ്ടി സഭയെ കരുവാക്കി, അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി സഭയിൽ കൂടി കയറി ഏണി വെച്ച് സഭ ഏണിയാക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. വോട്ട് ബാങ്ക് വെച്ച് രാഷ്ട്രീയ പാർട്ടികളോട് വിലപേശേണ്ട ആവശ്യമൊന്നും മലങ്കര സഭയ്ക്കില്ല. ജനാധിപത്യ രാജ്യത്ത് മലങ്കര സഭാംഗങ്ങളുടെ വിഷയം വിപ്പായി പ്രവർത്തിക്കുവാൻ സഭയ്ക്ക് സാധ്യമല്ല. അല്ലേ? ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ലേ? സഭാംഗങ്ങളുടെ വിപ്പായിട്ട് നിങ്ങൾ എന്നോട് പറയാണ്, അച്ഛാ അങ്ങനെ പറയണം, അച്ഛാ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയുന്നത് സൗകര്യപ്പെട്ടില്ലാത്ത പറയും. കാരണം നിങ്ങളുടെ വിപ്പല്ല ഞാൻ. അതുപോലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയോ രാഷ്ട്രീയ പാർട്ടികളുടെ വിപ്പൊന്നും സഭയില്ല. വിപ്പ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മളില്ലേ ഇന്നോ നോട്ട് ചെയ്തോളണം, വിപ്പ് ലംഘിക്കും എന്നൊക്കെ പറയല്ലേ. അപ്പം അതുകൊണ്ട് സഭ എന്നൊരു വിപ്പൊന്നുമല്ല. യുക്തമായ രീതിയിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം അതാത് സമയങ്ങളിൽ ഉപയോഗിക്കാനുള്ള വിവരവും വിവേകവുമുള്ള പ്രബുദ്ധരായ സഭാംഗങ്ങളാണ് നമുക്കുള്ളത്. അതുകൊണ്ട് പിന്നെ സ്നേഹത്തിൽ ചിലപ്പോൾ ഞാനൊക്കെ പോലെ പറയുമായിരിക്കും ഇന്ന കാര്യങ്ങളുണ്ട്, ചില ഗുണമുണ്ട്, അതുകൊണ്ട് LDF വോട്ട് ചെയ്യുക അല്ലെങ്കിൽ UDF ഇനി ആൾക്കൊന്ന് വോട്ട് ചെയ്യുക എന്നൊക്കെ അത് സ്വകാര്യം പറയണതാണ്. പരസ്യമായിട്ടൊരു സ്റ്റാൻഡ് നമ്മളാരും എടുക്കാറില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഇനിയും പറയും. പക്ഷേ അതെൻ്റെ സ്റ്റാൻഡ്. സഭയ്ക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡില്ല. അപ്പം അതുകൊണ്ട് അത് വിവേകപൂർവ്വം പ്രവർത്തിക്കാനുള്ള മനോഭാവം വിവേകമൊക്കെ മലങ്കര സഭയുടെ അംഗങ്ങൾക്കുണ്ട്. സഭാംഗങ്ങൾക്ക് സഭയെ സ്നേഹിക്കുന്ന അംഗങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് വോട്ടവകാശം വിനിയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് ഒരു ബോധ്യം ഉണ്ടാകും. അപ്പം ഈ വിധത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മെക്കുറിച്ച് പഴി പറയുന്നത് ആ പഴിയല്ല, ഇത് നേരെ വിപരീതമാണ്. അവർ ചെയ്തിട്ട് നമ്മെ പഴി ചാരുന്നു. ഇത് മനസ്സിലാക്കി പ്രതികരിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ ആളുകൾ തന്നെ അങ്ങനെ ഒന്ന് ചെയ്യുന്ന ആഴ്ച ദോഷേന ഇപ്പം ഇത്രയും പള്ളികളെ കിട്ടിയല്ലേ, ആ കോതോമനം പള്ളി കിട്ടിയിട്ട് എന്താ പ്രയോജനം? എന്താ പ്രയോജനം ചോദിച്ചപ്പോൾ എന്നാ പറയണം, മണ്ണുകാട് കിട്ടിയിട്ട് എന്നാ പ്രയോജനം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ കിട്ടിയിട്ട് നമ്മൾ ഈ മുളക്കൽ പള്ളി നമുക്ക് കിട്ടിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവർ പറയുന്നതനുസരിച്ച് ഇവിടുത്തെ വസ്തുവകളെങ്കിലും ദേവലോകത്ത് കൊണ്ടുപോയോ? ഇല്ലല്ലോ. ഇവിടെ തന്നെയല്ലേ കൈകാര്യം ചെയ്യുന്നത്, നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുന്നത്. ഇവിടുത്തെ പെണ്ണാർ ആരെങ്കിലും പങ്കെടുത്തോ? നമ്മൾ തന്നെയല്ലേ എടുക്കുന്നത്. ഇവിടെ കൈകാര്യം തീരുമാനമൊക്കെ നമ്മൾ തന്നെ. പക്ഷെ ഒരൊറ്റ വ്യവസ്ഥയിൽ 34 ഭരണഘടനയ്ക്ക് വിധേയമായി ഇതൊക്കെ ചെയ്യാനൊക്കൂ എന്നുള്ളത് മാത്രമേ ആണ്. അതല്ലാതെ സാധ്യവുമല്ല. അപ്പോൾ അതനുസരിച്ച് ഈ പള്ളികളൊക്കെ ഭരിക്കപ്പെടണമെന്നുള്ളതല്ലാതെ പള്ളി പിടിക്കാനൊന്നും ആരും കൂടില്ല. അതാണ് എൻ്റെ കാര്യം. ഒരിടവക്കാരെയും പുറത്ത് പിടിയല്ല. ഇടവക്കാരെല്ലാം ഇടവക്കാർ തന്നെയാണ്. പക്ഷെ അത് വളയത്തിനകത്ത് നിൽക്കണം. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്നുകൊണ്ട് സഭാ ചട്ടം കെട്ടുകൾ അനുസരിച്ച് പോകുന്നവർക്ക് മാത്രമേ സഭയിൽ സ്ഥാനമുള്ളൂ എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഈ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. അതിൻ്റെ നോട്ടീസ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നോട്ടീസ് ഉണ്ട്, എല്ലാവർക്കും കിട്ടും. നിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കുക. താങ്ക് യു. മലങ്കര സഭയോട് ഗവൺമെൻറ് കാണിക്കുന്നതായ നീതി നിഷേധത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ മാസം മലബാറിലെ തോമസ് പ്രീനച്ചൻ സഭാപരമായൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് സഭയെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ടുള്ളതായൊരു മറുപടി വളരെ ധാർഷ്ട്യത്തോടു കൂടി നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു. അതിനെതിരെ സഭയുടെ പ്രതികരണം ഉണ്ടായി. എല്ലാ ഇടവകളിലും മലങ്കര മെത്രാപ്പോലീത്തായുടെ കാതോലിക്ക ബാബയുടെ നിർദ്ദേശമനുസരിച്ച് കൽപ്പനയനുസരിച്ച് എല്ലാ ഇടവകളിലും പ്രതിഷേധ പ്രമേയം വായിക്കുകയും ആവുന്ന രീതിയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുള്ളതിന് പ്രകാരം ഇന്ന് നമ്മുടെ ഇടവകയിൽ ഇപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം ഉണ്ടായി. ഇപ്പോൾ പ്രതിഷേധ പ്രമേയം ഇടവക
ട്രസ്റ്റി വായിക്കുന്നതായിരിക്കും. എല്ലാവരും അവിടെ ഇരിക്കാം. എന്തായാലും മറ്റുള്ള ആഴ്ചകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ ആഴ്ചയിലെ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ തക്കണമെന്ന് സാധിക്കണം. എല്ലാ സഭയുടെ നിലനിൽപ്പിന് ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഇന്നും ചില പള്ളികളൊക്കെ കോടതി വിധി നടപ്പാക്കിയ 3 പള്ളികളിരുന്ന്. അപ്പോൾ ഇതോടുകൂടി മുളക്കുളം, നെച്ചൂര്, കടമറ്റം ഒരു മനുഷ്യനെ പോലും ഇറക്കി വിട്ടിട്ടില്ല ഒരു പള്ളിയിൽ നിന്നും. അവർ താനേ ഇറങ്ങിപ്പോയതാണ്. ആരെയും അച്ഛൻ ഓർപ്പിച്ചു ഒരു ശവടക്കം നടന്നിട്ടില്ല. 34 ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് എന്ത് കാര്യം വേണം ചെയ്യാനുള്ളതായ റൈറ്റ് അവർക്കുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണവും 2002 പരമല വെച്ച് നടന്നതായ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ മാറി നിന്നു, ഭൂരിപക്ഷം തെളിയിക്കാമായിരുന്നു. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ട് ശവം വെച്ച് വിലവഹിക്കുക, അല്ലെങ്കിൽ നമ്മളെ പൊതുസമൂഹത്തിൽ അവമാനിക്കുക എന്നുള്ളതായ ഒരു നടപടിയാണ് എടുക്കുന്നത് സഭ. പ്രത്യേകിച്ച് കണ്ടനാട് ഭദ്രാസനം വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ കോടതി വിധി ഈ ഗവൺമെന്റ് നടപ്പാക്കി തന്ന പള്ളികൾ ഇവിടെ ഉള്ളൂ. ഒരു പള്ളിയും പിടിച്ചെടുത്തിട്ടില്ല. നമ്മൾ എവിടെയെങ്കിലും പള്ളി പിടിച്ചെടുത്തിട്ടുണ്ടോ? മലങ്കര സഭയിൽ ഒരു പള്ളിയും പിടിക്കാൻ പോയിട്ടില്ല, പിടിച്ചെടുത്തിട്ടില്ല. 34 ഭരണഘടന അനുസരിച്ച്, നിലവിലെ കോടതി വിധി അനുസരിച്ച് പള്ളിയിൽ കോടതി വിധി നടപ്പാക്കി തന്ന ഇവിടുത്തെ ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് ആണ്, ജുഡീഷ്യറിയാണ് നടപ്പാക്കി തന്നെ. അതിന് പള്ളിപ്പെടുത്തുന്ന പേര് പറയാൻ നോക്കുമോ? അതുകൊണ്ട് ദയവേത് നമ്മളിൽ ചോദിക്കുന്നവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം എന്നത് സ്നേഹത്തോടെ ഓർപ്പിക്കും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനം പ്രതിഷേധ പ്രമേയം. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതവും 20 നൂറ്റാണ്ടിന്റെ ചരിത്രം പേറുന്നതും തികച്ചും ഭാരതീയവുമായ മലങ്കര ഓർത്തഡോക്സ് സഭ എല്ലാ കാലത്തും രാജ്യത്തിന്റെ നിയമം അനുസരിച്ചാണ് നിലകൊള്ളുന്നത്. ദീർഘകാലത്തെ വ്യവഹാരങ്ങൾക്കൊടുവിൽ ഭാരതത്തിന്റെ പരമോന്നത കോടതി നൽകിയ വിധികളും അവ നടപ്പാക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്നുള്ള നിർദ്ദേശവും ലഭിച്ചിട്ടും അവ നടപ്പാക്കാതെ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അർഹമായ നീതി നിഷേധിക്കുന്ന കേരള സർക്കാർ നടപടിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. ഭാരതത്തിന്റെ ഭരണഘടന പ്രകാരമുള്ള കോടതി വിധികൾ അവഗണിച്ചുകൊണ്ട് വിഘടിത വിഭാഗം നടത്തുന്ന സംഘം ചേർന്നുള്ള വെല്ലുവിളികളെയും അക്രമങ്ങളെയും പ്രതിരോധിക്കാതെയും ജനങ്ങൾ നൽകുന്ന നികുതി പണം വികസന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ നിയമസാധുതയില്ലാത്ത ഒരു വിഭാഗത്തിനെ പരോക്ഷമായി സഹായിച്ചുകൊണ്ട് വ്യവഹാരങ്ങൾ നടത്തുന്നതും പ്രതിഷേധാർഹമാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കേരള യാത്രയുടെ ഭാഗമായി മലപ്പുറത്ത് നടന്ന സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ട് കടന്നു ചെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മലബാർ ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട തോമസ് കുര്യൻ അച്ഛൻ ഉന്നയിച്ച സംശയങ്ങൾക്ക് വ്യക്തവും മാന്യവുമായ രീതിയിലുള്ള മറുപടി നൽകുന്നതിന് പകരം ബഹുമാനപ്പെട്ട അച്ഛനെ തന്റെ അധികാരഗർവവും ദാർഢ്യവും ഉപയോഗിച്ച് നിശബ്ദനാക്കിക്കൊണ്ട് മോശമായി സംസാരിച്ച് അപമാനിക്കുകയും സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള തന്റെ സ്ഥാനമഹിമയ്ക്ക് യോജിക്കാത്ത രീതിയിൽ ക്രോധത്തോടെ നിയമവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തി പരിശുദ്ധ സഭയെ അവഹേളിക്കുകയും ചെയ്തതിലും പക്ഷപാതപരമായി പെരുമാറുകയും ചെയ്യുന്നത് മൂലമുള്ള ഞങ്ങളുടെ പ്രതിഷേധം ശക്തമായി രേഖപ്പെടുത്തുന്നു. കോടതി വിധി നടപ്പിലാക്കാതെയും നിയമസാധുതയില്ലാത്ത വിഭാഗത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന കേരള സർക്കാരിന്റെ നടപടികൾ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുകയും ദൂരവ്യാപകമായ അനർത്ഥങ്ങൾക്ക് മുഖാന്തരമായി തീരുകയും ചെയ്യുമെന്നതിനാൽ നീതിയും ന്യായവും ധർമ്മവും പുലരുവാൻ ഇന്ത്യൻ ഭരണഘടനാപരമായ ബാധ്യതകൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള നടപടികൾ ഉടൻ സ്വീകരിച്ച് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി വിധികൾ നടപ്പാക്കണമെന്ന് മുളക്കുളമാർ യുഹാനോൻ ഈഹിദോയ പള്ളിക്ക് വേണ്ടി ഞങ്ങൾ ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നു. പ്രമേയം അവതാരകൻ ടി.പി. മർക്കോസ് തൈക്കോട്ടത്തിൽ, അനുവാദകൻ റവറന്റ് ഫാദർ ജോസഫ് മലയിൽ. ഈ പ്രമേയം നമ്മൾ ബന്ധപ്പെട്ട അധികാരികൾ, മുഖ്യമന്ത്രി, അതുപോലെ ചീഫ് സെക്രട്ടറി, പ്രതിപക്ഷ നേതാവ്, CPI CPMന്റെ പാർട്ടി സെക്രട്ടറിമാർ, അവർക്കെല്ലാം നമ്മൾ അയച്ചു കൊടുക്കും. എല്ലാ കാര്യങ്ങളിലും എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഇന്ന് കൈമുത്ത് ഇല്ല, കാരണം ഭണ്ഡാരത്തിൽ രജിസ്റ്റർ പണം. അതുപോലെ വേറെ കാര്യം ഓർപ്പിക്കണം. നമുക്കറിയാം, പിറവത്തും ചുറ്റുപാടുമെല്ലാം കോവിഡ് വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പെരുന്നാൾ അടുത്ത് വരുന്നു. അതുകൊണ്ട് കൂട്ടം കൂടുന്നതിനോ മറ്റുള്ളതായിട്ട് സാഹചര്യം ഉണ്ടാകരുത്. പെരുന്നാളിൽ കോവിഡിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമായിരിക്കും എല്ലാവരും സഹകരിക്കുമ്പോൾ